പ്രജാപതിയുടെയും കർദമ പ്രജാപതിയുടെയും മകനായി തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന കർദമമേയമാപന്നോജജ്ഞേ അഗ്നിരിവ ദാരുണി എന്നാണ് പ്രയോഗം. അതായത് പരമജ്ഞാനിയായിട്ടുള്ള ജ്ഞാനാദികളായിട്ടുള്ള 6 ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന ഭഗവാൻ, സൗന്ദര്യം, യശസ്സ്, വീര്യം, കീർത്തി, അഭിമാനം, ശ്രീ തുടങ്ങിയിരിക്കുന്ന 6 ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി കർദമ പ്രജാപതിയിലൂടെ എങ്ങനെയാണോ അഗ്നിയെ ജനിപ്പിക്കുന്നതായിട്ട് ഉള്ള അരണിയിൽ പ്രകാശസ്വരൂപനായി അഗ്നി ജനിക്കുന്നത് പോലെ ദേവഭൂതിയിൽ കർദമൻ ആ ആചാര്യഭാവത്തിന് എങ്ങനെയാണോ അഗ്നിയജനം ചെയ്യുന്നത്, അതുപോലെ ദേവഭൂതിയാകുന്ന ആ അമ്മയിൽ കപിലവാസുദേവനാകുന്ന അഗ്നിയെ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവിടെ പോലും അതൊരു സാമാന്യമായ ധർമ്മമായിട്ടല്ല പറഞ്ഞത്. വേണമെങ്കിൽ അങ്ങനെ പറയായിരുന്നല്ലോ, ജനിച്ചു അല്ലെങ്കിൽ ആ ഭാര്യാഭർത്തൃധർമ്മത്തിലൂടെ ജനിച്ചു എന്നല്ല പറഞ്ഞത്. അവിടെയും പറയുന്നത് എങ്ങനെയാണോ അഗ്നി, ആ അഗ്നി അരണികളായിട്ടുണ്ടാവുന്നത്. ഇവിടെയൊക്കെ ജ്ഞാനസമ്പാദനത്തിലുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് ഭാഗവതം തലമുറ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അതായത് ആ ഉപകൊണ്ട് ശ്രദ്ധിക്കുന്ന ഭാവം വളരെ പ്രധാനമാണ്. കാരണം അരണിയിൽ അഗ്നി ഒളിഞ്ഞിരിക്കുന്നു. പദാഹാദികളായിട്ടുള്ള സ്വശക്തികളെ പ്രകാശിപ്പിക്കാതെ ആ അഗ്നിയിൽ അതങ്ങനെ, അല്ലെങ്കിൽ അഗ്നിയിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. മഥനം ചെയ്യുന്ന സമയത്ത് അത് സ്വയം പ്രഭാരൂപത്തിൽ ആ അഗ്നി ജ്വലിക്കും. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്ന എന്താണ്, ഒരു സങ്കുചിതമായ ഒരു കാര്യമല്ല. ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത് ഒരു സങ്കുചിത ഭാവമല്ല. അങ്ങനെ ആനന്ദമായിട്ട് ജീവിച്ചു പോയി, ഒന്നിനൊരു വിഷമുണ്ടായില്ല. ഒരു ദിവസം ഞാൻ ഔദ്യോഗികമായ ആവശ്യത്തിന് ഡൽഹിയിൽ നിൽക്കുമ്പോൾ ആണ് ധർമ്മം അർത്ഥത്തിന് മീരെ നേടുന്ന വിജയം. അവ വിതുരനിലൂടെ ധാർത്തരാഷ്ട്രൻ കാളിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ധർമ്മം കൊണ്ട് അർത്ഥാസക്തിയെ നമ്മൾ ചെയ്യണം, ആസക്തിയെ ചെയ്യണം. നമ്മൾ നിർത്തേണ്ടതുണ്ട്. അപ്പോ ധൃതരാഷ്ട്രൻ അർത്ഥാസക്തിയുടെ പ്രതീകമാണ്, പാണ്ഡു കാമത്തിന്റെ പ്രതീകമാണ്. മന്ത്രിയോടുള്ള കാമാസക്തി ഒരുപിടി ചാരമായി പോയ പാണ്ഡു ഇലജിറ്റിമേറ്റ് ഡിസയറിന്റെ പ്രതീകമാണ്. അയുക്ത കാമനകൾ വന്നാൽ ഒരുവന്റെ നാശം എങ്ങനെ ഉണ്ടാവുമെന്ന് പാണ്ഡു പഠിപ്പിച്ചു. അപ്പൊ പാണ്ഡുവിനെ എഴുതണം കാമം. മോക്ഷത്തിന്റെ പ്രതീകമാണ് ശ്രീശുക മഹർഷി. മോക്ഷം ശ്രീശുകനാണ്. അതെങ്ങനെ നമ്മൾ കാണും. ഇനി അടുത്തതായിട്ട് ആരാണ് വേണ്ടത്? പഞ്ചമപുരുഷാർത്ഥമായ ഭക്തിയുടെ പ്രതീകമായ കുന്തി മാതാവ് നാരായണ. ഇതുപോലൊരു സ്മൃതി ഭാഗവതത്തിൽ വേറെ എവിടെയാണ്? രാജസൂയം കഴിഞ്ഞ് തന്റെ കുഞ്ഞുങ്ങളെല്ലാം രാജാക്കന്മാരെ പോലെ വാഴിച്ച് ആ അമ്മ അവിടുന്നല്ലാതെ മറ്റൊരാശ്രയം എൻ്റെ ജീവിതത്തിലില്ല. നീ എന്തിനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മഹാസാമ്രാജ്യാധിപന്മാരാക്കിയത്? ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാനാണെങ്കിൽ ഇത് വേണ്ടിയിരുന്നില്ല. പിന്നെ ഉപേക്ഷിച്ച് പോകുമ്പം എനിക്കറിയാം നീ ആരാണെന്ന്. കുന്തിക്കൊക്കെ മനസ്സിലായിട്ടുള്ളൂ ഭഗവാന്റെ മഹത്വം. അതാണ് പറഞ്ഞത്, നമസ്യേ പുരുഷം. അന്തർബഹിരവസ്ഥിതനായിട്ട് നിൽക്കണം ഭഗവാനെ. മായായവനികാച്ഛന്ന അജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂലദൃശോ നടോ നാട്യധരോ യഥാ. അവിടുത്തെ പോലെ ഒരു മഹാനടനാരുണ്ട്? കാരണം കുന്തി അത് പറയും. കാറ്റത്ത് വീണ് ലച്ചിലില പോലെ ഇരുന്ന കുന്തിയുടെ ഇവിടെ ജീവിതം അല്ലാത്ത രീതിയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. ആ കുട്ടിയാണ് കർണൻ. ആ കർണന്റെ ജന്മത്തോടുകൂടി
ഉഴുപ്പ് വെള്ളത്തിൽ ഒരു പേടകത്തിലാക്കിയിട്ട് തലയ്ക്കൊരു 12 കൊടുത്ത് വെച്ച് ഒഴുക്കി വിട്ടു അവള്. അന്ന് തുടങ്ങിയതാണ് തന്റെ ജീവിതത്തിന്റെ അലച്ചിലുകൾ. കർമ്മൻ അവസാനം അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു ഒഴുക്കി വിടാൻ? അമ്മയ്ക്കെങ്കിലും പറയാമായിരുന്നില്ലേ? അനാഥനായി ജീവിച്ച് എത്ര സദസ്സുകളിൽ ഇവൻ സൂതപുത്രനെന്ന് ഞാൻ അപമാനിതനായമ്മേ, അമ്മയ്ക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ രഹസ്യം അവിടെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിരുന്നു. ആ കുട്ടി മാതാവാണ് പറയുന്നത്, എന്താ? ഭഗവാനെ, മൃതേ മൃതേ അനേക മഹാരസ്മതവും ഭഗവാനെ, ഇവിടുന്ന് ഞങ്ങളെ വിട്ടു പോകരുത്. നെഞ്ച് പൊട്ടിക്കൊണ്ടാണ് കുട്ടി പറയുന്നത്. അവസാനം നോക്കൂ അവള് പറയുന്നത് മലയാളത്തെ പറഞ്ഞ ഓട്ടോര് പാടിയിട്ടുണ്ട്. എന്താ അവളുടെ പ്രാർത്ഥന? നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ, ഞാനാവലാതി തിരുമുൻപിലുണർത്തിടുന്നേ കണ്ണാ. ഈ ജന്മത്തിനാകെ ദുഃഖങ്ങളാണടി എന്റെ നേട്ടം കൃഷ്ണ, നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ. അവിടെ നിന്നല്ലാതെ മറ്റൊരു ബന്ധു എനിക്കില്ല. ഞങ്ങളെ കുഞ്ഞുങ്ങളെ നീ ഒറ്റയ്ക്കാക്കി നോക്കുള്ളൂ കൃഷ്ണ. പക്ഷേ എന്താ തരേണ്ടതെന്ന് അറിയോ? എന്താ തരേണ്ടത്? ദുഃഖങ്ങൾ തരുന്നീ സദാ എന്നെ ദുഃഖിപ്പിച്ചോളൂ. അതാണ് നന്ദി പറഞ്ഞത്. ലോകങ്ങൾ മാറി സുഖമായി കഴിഞ്ഞാൽ മോഹങ്ങളോരും മനസ്സിലേറി കണ്ണാമിൻ പാദങ്ങൾ വളർത്തുമെങ്കിൽ ആരോഗ്യമേ എനിക്ക് വേണ്ട. അനാഥയാണ് മെൽപതാഞ്ചമല്ലാതെ മറ്റൊരാശ്രയമില്ല എനിക്കതിങ്കൽ. ഒരറ്റത്തു ചുരുണ്ടുകൂടി കിടക്കുവാൻ സമ്മതമില്ലേ? ഭഗവാനെ, മറ്റൊരാളും എനിക്കില്ല എന്ന് പറയുന്ന അമ്മയുടെ വിലാപമാണ്. ആ കുന്തി കാണാത്തതൊന്നുമില്ല. പോലീസ് അവസാനം സമയമില്ലല്ലോ. അവസാനം ആ അമ്മ എത്രത്തോളം ബാലലീലാദികൾ കണ്ടിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവ് ആരും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഭാവം അത് രുക്മിണീദേവി പിന്നെ പറയുന്നുണ്ട്. അതാണ് അവസാനത്തെ ശ്ലോകത്തിന് മുമ്പായിട്ട് നമ്മൾ കാണും. ഗോപ്യാദത്തെ ആ മരുമലങ്ങളുടെ ഇടയിൽ
കണ്ണടച്ചിരുന്നാലും കൂരിരുളായാലും കാണാമെനിക്കെൻ്റെ ദേവനെ. തൃച്ചിന്നമംഗലം ശ്രീകോവിലിൽ വാഴും ശ്രീ മഹാദേവനെ എനിക്കു കാണാം. നിർമാല്യവേളയിൽ നിത്യവും അവിടുത്തെ തിരുനടയിൽ ഞാൻ തൊഴുതു നിൽക്കും. നിർമാല്യവേളയിൽ നിത്യവും അവിടുത്തെ തിരുനടയിൽ ഞാൻ തൊഴുതു നിൽക്കും. എൻ്റെ മനസ്സൊരു കൂവളത്തളിരായി നിന്റെ തൃപ്പാദങ്ങൾ ചുംബിക്കും. എൻ്റെ മനസ്സൊരു കൂവളത്തളിരായി നിന്റെ തൃപ്പാദങ്ങൾ ചുംബിക്കും. കണ്ണടച്ചിരുന്നാലും കൂരിരുളായാലും കാണാമെനിക്കെൻ്റെ ദേവനെ. തൃച്ചിന്നമംഗലം ശ്രീകോവിലിൽ വാഴും ശ്രീ മഹാദേവനെ എനിക്കു കാണാം. പത്തു കരകൾക്കും നാഥനാകും ദേവാ ദേവാധി